വർഷങ്ങൾക്ക് മുമ്പ് ഉത്തമ ക്രിസ്തീയ കുടുംബം എന്ന പേരിൽ ഞാനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടത്തക്ക നിലയിൽ അത് ഓഡിയോ CD ആക്കി തരണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ ആ പുസ്തകത്തിലെ പ്രസക്ത ഭാഗങ്ങളും വിവാഹവേദികളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള പ്രസക്ത ഭാഗങ്ങളും ഉൾപ്പെടുത്തി 2 ഓഡിയോ CD ഞാൻ പുറത്തിറക്കുകയുണ്ടായി. എന്നാൽ വീഡിയോ CD ആവശ്യപ്പെട്ട് വീണ്ടും അനേകർ ഫോൺ സന്ദേശത്തിൽ കൂടെയും കാണുമ്പോഴും പലവട്ടം ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ പുറത്തിറക്കുന്ന ഒരു ഉപകാരമാണ് ഈ വീഡിയോ CD. ഇത് എന്നെ സ്നേഹിക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളുടെ മധ്യത്തിൽ ഇത് അവതരിപ്പിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആയതിനു വേണ്ടി എന്നെ ഉത്സാഹിപ്പിക്കുകയും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരികയും ചെയ്ത സാംസൺ ചെങ്ങന്നൂരിനോടും പ്രസിദ്ധ ഗായകനായ ബ്രദർ JV പീറ്റർ അവരോടും കുടുംബത്തോടുമുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ ഈ മുഖവരിയിൽ തന്നെ ഞാൻ അറിയിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വിവാഹം എല്ലാവർക്കും മാന്യമാകുന്നു എന്നുള്ള പൗലോസ് ശ്ലീഹായുടെ പ്രഖ്യാപനം വളരെ പ്രസക്തമാണ്. ഐമേനി മുതൽ തിരുമേനി വരെയുള്ള എല്ലാവർക്കും വിവാഹം മാന്യമാണ്. സഭാധ്യക്ഷനാകുവാൻ ആഗ്രഹിക്കുന്നവർക്കും കേവലം ഒരു സുവിശേഷകനാകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു വിശ്വാസിയായി സഭയിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും തന്നെ വിവാഹം മാന്യമാണ്. എന്തുകൊണ്ട് എല്ലാവർക്കും വിവാഹം മാന്യമായി എന്ന് ചോദിച്ചാൽ, ഇതിനടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമാണ്. മാത്രമല്ല, ആദ്യ വിവാഹം നടത്തിയതും സ്വർഗത്തിലെ ദൈവമാണ്. Why marriage is honorable in all? എന്തുകൊണ്ട് ഇതെല്ലാവർക്കും മാന്യമായി എന്നുള്ളത് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Because it is established by God. Marriage is not prohibited in the Bible for a holy life. Marriage is instituted by God to procure and natural instincts and desires of man in holy alliances without being engaged in sexual immorality, to procreate holy descendants and thereby the mankind be multiplied through holy family life. Better to be paired than to be alone, to console each other and pray together in times of difficulty. വിവാഹം കർത്താവ് മാനവ വർഗത്തിന് നൽകിയിരിക്കുന്നതിന്റെ ഉദ്ദേശങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഓർപ്പിച്ചത്. വിശുദ്ധമായ ഒരു തലമുറ ദുർമാർഗങ്ങളിൽ കൂടെയല്ലാതെ ഭൂമിയിൽ ജന്മമെടുക്കേണ്ടതിനും പരസ്പരമുള്ള മാനസിക സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ ഒന്നിച്ച് കൈകാര്യം ചെയ്ത് സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനും, അതുപോലെ തന്നെ എല്ലാ നിലയിലും നല്ല മൂല്യമുള്ള ഒരു തലമുറ ഭൂമിയിൽ ഉടലെടുക്കേണ്ടതിനും ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് വിവാഹം. ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ പ്രധാനമായും
മൂന്ന് വിധ അടിസ്ഥാനങ്ങളുണ്ട്. There are three basic foundation for a believer. First one, relationship to God. Second, relationship to church. Third, relationship to family. ദൈവമായി നല്ല അടിസ്ഥാനം സ്ഥാപിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന് സഭയിലും ഒരടിസ്ഥാനമുണ്ടായിരിക്കും. ദൈവമായിട്ടും സഭയുമായിട്ടും അടിസ്ഥാനം സ്ഥാപിച്ചവൻ ഭവനത്തിലും നല്ല അടിസ്ഥാനമുള്ളവനായിരിക്കും. ഈ അടിസ്ഥാനങ്ങളെ ഒരു വിശ്വാസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. എപ്പോഴും believer should maintain this relationship in his life. പോരായ്മകൾ, പരാജയങ്ങൾ, ബലഹീനതകൾ അവനെപ്പോഴും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞും ശുദ്ധീകരണം പ്രാപിച്ചും ഈ റിലേഷൻഷിപ്പ് അവൻ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമത്രേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബം എന്നുള്ള പദത്തിന് ഉള്ള ഒരു മൂലപദം യേസർ എന്നുള്ള പദമാണ്. അതിന്റെ അർത്ഥം വ്യക്തികൾ ചേർന്നുള്ള ഗോത്രമെന്നാണ്. ദൈവസഹായം എന്നും അതിനർത്ഥമുണ്ട്, കുലം എന്നും അതിനർത്ഥമുണ്ട്. കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. കൂടുമ്പോൾ അത് ഭൂകമ്പമാകരുത്. അനേക കുടുംബങ്ങളും കൂടുമ്പോൾ ഭൂകമ്പമാണ്. എന്നാൽ നല്ല കുടുംബങ്ങൾ, വ്യക്തികൾ ഒത്തുചേരുമ്പോൾ അതൊരു നല്ല കുടുംബമായി മാറുന്നു. വ്യക്തികൾ ചേർന്ന് കുടുംബമുണ്ടാകുന്നു, കുടുംബങ്ങൾ ചേർന്ന് സമൂഹമുണ്ടാകുന്നു, സമൂഹങ്ങൾ ചേർന്ന് രാഷ്ട്രം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിന് നല്ല മൂല്യബോധമുള്ള കുടുംബങ്ങൾ ആ രാഷ്ട്രത്തിൽ ഉണ്ടായിരിക്കണം. റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ച ചരിത്രപരമായി പഠിച്ചു വരുമ്പോൾ കുടുംബങ്ങളുടെ തകർച്ചയായിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ച. ലോകത്തെ കിടിലം കൊള്ളിച്ച റോമൻ സാമ്രാജ്യം എല്ലാവർക്കും ഭയഹേതുവായിരുന്നു. എന്നാൽ ആ രാഷ്ട്രത്തിലെ കുടുംബങ്ങൾ തകർന്ന് ആ രാഷ്ട്രം ഇല്ലാതെയായിപ്പോയി. വ്യക്തികൾ നന്നായാൽ കുടുംബങ്ങൾ നന്നാകും, കുടുംബങ്ങൾ നന്നായാൽ സമൂഹം നന്നാകും, സമൂഹം നന്നായാൽ രാഷ്ട്രം നന്നാകും. ഒരു സഭയെ സംബന്ധിച്ചുള്ള ചിത്രവും അങ്ങനെയാണ്. ദൈവമായി അടിസ്ഥാനമുള്ള 10 കുടുംബങ്ങൾ ഒത്തുചേരുന്ന സഭയ്ക്ക് ഒരടിസ്ഥാനമുണ്ട്. മാത്രമല്ല, ആ ദൈവമായുള്ള ബന്ധവും സഭാബന്ധവും നല്ല നിലയിൽ അടിസ്ഥാനപരമായി കാത്തു സൂക്ഷിക്കുന്ന ആ ഭവനത്തിലെ അംഗങ്ങൾ സമൂഹത്തിലും വിലപ്പെട്ടവരായിരിക്കും. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഓരോരുത്തരുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്ന ഒരു രംഗമാണ് കുടുംബ ജീവിതം എന്നുള്ളത്. ഒരു വ്യക്തി, 2 വ്യക്തികൾ തമ്മിൽ യോജിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഒരു ബയോളജിക്കൽ യൂണിയൻ നടക്കുകയാണ്. ബയോളജിക്കൽ യൂണിയൻ ഫസ്റ്റ് മിറക്കിളാണത്. അപ്പൊ ഒന്നാകൊണ്ട് പലരായി നാം ക്രിസ്തുവിൽ ഒന്ന് എന്നുള്ള വേദശാസ്ത്രം മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വേദശാസ്ത്രവും മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒരു ബയോളജിക്കൽ യൂണിയൻ. സെക്കൻഡ് മിറക്കിൾ ഇതൊരു സോഷ്യോളജിക്കൽ യൂണിയനാണ്. അതും ഒരു മിറക്കിളാണ്. 2 ദേശങ്ങൾ തമ്മിൽ
രണ്ട് സഭകൾ തമ്മിൽ, രണ്ട് ചാർച്ചത്വങ്ങൾ തമ്മിൽ, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് പേഴ്സണാലിറ്റികൾ തമ്മിൽ, രണ്ട് വിദ്യാഭ്യാസം തമ്മിൽ, രണ്ട് രുചികൾ തമ്മിൽ, രണ്ട് പരിചയങ്ങൾ തമ്മിൽ യോജിക്കുന്ന ഒരു സോഷ്യോളജിക്കൽ സാമൂഹിക ഒത്തുചേരൽ വിവാഹത്തിൽ കൂടെ നടക്കുകയാണ്. മൂന്നാമത്തെ മിറക്കിൾ, ഞാൻ ഈ ദൂതിന്റെ അവസാനം നിങ്ങളെ ഓർപ്പിക്കാം. മൂന്നാമത്തെ മിറക്കിൾ, തേർഡ് മിറക്കിൾ, എ ഡിവൈൻ മിസ്റ്റിക്കൽ യൂണിയൻ. ആകാശമേഘത്തിൽ നടക്കാൻ പോകുന്ന മണവാളനായ ക്രിസ്തുവിന്റെ വിവാഹ മഹോത്സവം, അതാണ് തേർഡ് മിറക്കിൾ. അത് ഈ ദൂതിന്റെ അവസാന ഭാഗത്ത് ഞാൻ എടുത്ത് ഓർപ്പിക്കുന്നത് കൊണ്ട് ആ ഭാഗത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. വിവാഹ ജീവിതം, കുടുംബജീവിതം വിശുദ്ധ ജീവിതത്തിന് തടസ്സമോ? ചോദ്യം. വിശുദ്ധ ജീവിതത്തിന് കുടുംബം തടസ്സമല്ല. വിശുദ്ധ ബൈബിൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. പഴയ നിയമത്തിൽ മഹാപുരോഹിതനായ അഹരോൻ ഉൾപ്പെടെ ഉള്ള പുരോഹിതന്മാർ, ന്യായാധിപന്മാർ, പ്രവാചകന്മാർ, ഇവർക്കൊക്കെ ഭാര്യമാരുണ്ടായിരുന്നു എന്ന തെളിവ് പഴയ നിയമഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമഭാഗത്തിലേക്ക് നാം വരുമ്പോൾ യേശുക്രിസ്തു ഒന്നാമത്തെ അത്ഭുതം നടത്തിയത് ഒരു വിവാഹ സൽക്കാര ഭവനത്തിൽ വെച്ചാണ്. വിവാഹത്തോട് യേശു കർത്താവിന്റെ വിധേയത്വം, ആ കരുതൽ, ആ കുടുംബത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഒന്നാമത്തെ അത്ഭുതം ചെയ്യുവാൻ യേശുനാഥന് കഴിഞ്ഞു. വിവാഹത്തെ യേശു ആശീർവദിച്ച രംഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തലന്മാർ വിവാഹിതരായിരുന്നുവോ? അപ്പോസ്തലിക സഭയുടെ, ദൈവസഭയുടെ ഒന്നാമത്തെ അധ്യക്ഷനായിരുന്ന പത്രോസ്ലീഹ വിവാഹം കഴിച്ചവനായിരുന്നു. ആർക്കും അത് നിഷേധിക്കുവാൻ കഴിയുകയില്ല. അവൻ അമ്മായിമ്മയുണ്ടായിരുന്നെന്നും മറ്റുമുള്ള തിരുവെഴുത്തുകൾ സുവിശേഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 9:5 പൗലോസ്ലീഹ ഇങ്ങനെ ചോദിക്കുന്നു: പത്രോസും കേഫാവും മറ്റപ്പോസ്തലന്മാരും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ എനിക്കും അവകാശമില്ലയോ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥസൂചന, പത്രോസ് ഉൾപ്പെടെ അപ്പോസ്തലന്മാർ വിവാഹിതരായിരുന്നെന്നും അവർ ഭാര്യമാരോടുകൂടെ സഞ്ചരിച്ച് കർത്തൃവേല ചെയ്തിരുന്നുവെന്നും അവിടെ പ്രസക്തമാണ്. അവിടെ അപ്പുറത്തൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല, തിരുവചനം നാം പരിശോധിക്കുമ്പോൾ കൊരിന്ത്യയിലെ വിശുദ്ധന്മാർ, ഗലാത്യയിലെ വിശുദ്ധന്മാർ, റോമയിലെ വിശുദ്ധന്മാർ, എഫേസോസിലെ വിശുദ്ധന്മാർ, തെസലോനിക്കിലെ വിശുദ്ധന്മാർ എന്നീ നിലയിൽ ലേഖനങ്ങളിൽ കൂടി വിശ്വാസി മക്കളെ അപ്പോസ്തലന്മാർ സംബോധന ചെയ്യുന്നുണ്ട്. വിശുദ്ധന്മാർ എന്നുള്ള പ്രയോഗം അവിടെ ഈ വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ കുറിച്ച് നാം പഠിച്ചാൽ അവർ സാധാരണ ദൈവമക്കളായിരുന്നു. അവരാരും വിവാഹം കഴിക്കാത്ത മുനിമാരായിരുന്നില്ല, സന്യാസിമാരായിരുന്നില്ല. അവരൊക്കെ വിവാഹം കഴിച്ച് ജോലി ചെയ്തും കൃഷിപ്പണി ചെയ്തും കൂടാരപ്പണി ചെയ്തും മീൻ പിടിച്ചും ആ കാലഘട്ടത്തിൽ കുടുംബം പുലർത്തിയവരും നല്ല മാതൃകയുള്ള കുടുംബജീവിതം നയിച്ചവരുമായ വിശ്വാസി മക്കളെ ഉൾപ്പെടുത്തിയുള്ള സഭകളായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. അവരോടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, യേശു മണവാളൻ വരും,
അവന്റെ വരവിൽ പോകുവാൻ നിങ്ങൾ ഒരുങ്ങണം. നിങ്ങൾ ക്രിസ്തുനാഥന്റെ മണവാട്ടിയാണ് എന്നോർപ്പിച്ചതും സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ദൈവമക്കളെയാണ്. വിവാഹം കഴിക്കാത്ത ഒരു കൂരയിൽ ആണും പെണ്ണും ഒന്നിച്ച് താമസിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രമേ മണവാട്ടിയായിട്ടുള്ളൂ, ബാക്കിയുള്ളവർ മണവാട്ടിയല്ല എന്ന് പഠിപ്പിക്കുകയും മറ്റുള്ളവരെ, വിശ്വാസി മക്കളെ മണവാട്ടി പദത്തിൽ നിന്നും പഠിപ്പിക്കലിൽ കൂടെ ഒഴിവാക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനം ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എന്റെ ഈ ദൂത ശ്രദ്ധിക്കുന്നവർക്ക് അത് മനസ്സിലായി കാണും. പക്ഷേ ആ ഉപദേശം വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ വിവാഹം എല്ലാവർക്കും മാന്യമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. നന്നല്ല എന്ന് ദൈവം കണ്ടെങ്കിൽ നന്ന് എന്ന് പറയുവാൻ സൃഷ്ടിക്ക് അവകാശമില്ല. സൃഷ്ടിതാവ് നന്നല്ലെന്ന് പറഞ്ഞെങ്കിൽ സൃഷ്ടിയും നന്നല്ലെന്ന് പറയണം. സൃഷ്ടിതാവ് നന്നല്ലെന്ന് പറഞ്ഞതിനെ സൃഷ്ടി നന്നെന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിതാവിനെതിരെയുള്ള ചലഞ്ചിങ് ആണ്. അത് കർത്താവ് ക്ഷമിക്കുകയില്ല. വിവാഹം വിശുദ്ധ ജീവിതത്തിനും യേശുക്രിസ്തുവിന്റെ മണവാട്ടി പദവിക്കും വിവാഹവും കുടുംബജീവിതവും തടസ്സമല്ല എന്ന് തിരുവചന വെളിച്ചത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ശക്തമായ ഭാഷയിൽ ഓർപ്പിക്കുന്നു. അധികം ആ വസ്തുതയെക്കുറിച്ച് ഈ പ്രോഗ്രാമിൽ കൂടെ ഞാൻ അവതരിപ്പിക്കുവാൻ സമയമെടുക്കുന്നില്ല. പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലായി കാണും എന്ന് ഞാൻ കർത്താവിൽ കരുതുന്നു. സ്തോത്രം. തിരുവചനം നാം വീണ്ടും പരിശോധിച്ചു വരുമ്പോൾ വിവാഹത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അതൊരു പ്രൊമോഷനാണ്. വധുവിനും വരനും അതൊരു പ്രൊമോഷനാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ വിളിപ്പേര് തന്നെ മാറുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അതുവരെ ഇല്ലാത്ത ഒരു പ്രൊമോഷനിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. ലോക ചരിത്രം നാം പരിശോധിച്ചാൽ പല നിലയിലുള്ള വിവാഹ ശുശ്രൂഷകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിവാഹ ശുശ്രൂഷകൾ പ്രത്യേകം കട്ടുറുമ്പിനെ നിറച്ച ഒരു കൂടത്തിൽ വരന്റെയും വധുവിന്റെയും ആൾക്കാർ രണ്ട് ചേരിയായി നിന്ന് പ്രധാന കാർമ്മികൻ കട്ടുറുമ്പിനെ നിറച്ച കുടം വരന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവന്റെ കൈ വിസ്താരം കുറഞ്ഞ കുടത്തിനകത്ത് ബലം പ്രയോഗിച്ചിടുകയും കൈ മുറുകെ പിടിക്കുവാൻ ആവശ്യപ്പെടുകയും ഒരു നിശ്ചിത സമയം കട്ടുറുമ്പിന്റെ കടി ഇവൻ കൊള്ളണമെന്നും ആ സമയത്ത് സുസ്മേരവദനായി ഇവൻ നിൽക്കണമെന്നുമാണ് ആ മതം പഠിപ്പിക്കുന്നത്. അവൻ മുഖഭാവം വ്യത്യാസപ്പെടുത്തിയാൽ കട്ടുറുമ്പിന്റെ കടി കൊണ്ട് അവന്റെ മുഖത്തിന്റെ ആ ചിരിക്ക് സന്തോഷത്തിന് ഹാനി നേരിട്ടാൽ അവൻ വിവാഹത്തിന് പാകമായില്ല എന്ന് പറഞ്ഞ് കാർമ്മികൻ പറഞ്ഞുവിടും. വരന്റെയും വധുവിന്റെയും കോട്ടുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയുള്ള വിവാഹങ്ങളുണ്ട്. വിവാഹ ശുശ്രൂഷ വിവിധ തരത്തിൽ. മാത്രമല്ല പരമ്പിൽ കിടത്തി ഉരുട്ടി മുഖത്തോട് മുഖം ചേരുമ്പോൾ വിവാഹിതരായി എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയും നിലവിലുണ്ട്. പ്രത്യേക മന്ത്രം ജപിച്ച കാട്ടുമല്ലി മുഖത്തോട് മുഖം നിർത്തി അടി മുതൽ മുടി വരെ വരിഞ്ഞു ചുറ്റി മന്ത്രം ജപിച്ച് വിവാഹിതരായി എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയും നിലവിലുണ്ട്. ആഴിക്ക് ചുറ്റും നടത്തി പ്രത്യേക കൊട്ടും കുരവയും നടത്തി വിവാഹിതരായി എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയുണ്ട്. ഇങ്ങനെയുള്ള അനേക വിവാഹ ശുശ്രൂഷ രീതികൾ ഈ ലോകത്തിൽ നിലവിലുണ്ട്. ഞാൻ ചിലത് മാത്രം എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 18 വിധത്തിലുള്ള വിവാഹ രീതികൾ ഇന്ന് ലോകത്തിൽ നിലവിലുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്.
എന്നാൽ ക്രിസ്തീയ വേർപെട്ട സഭാവിഭാഗങ്ങളുടെ വിവാഹ ശുശ്രൂഷ എത്ര മാന്യമാണ്. മാന്യമായ ഡ്രസ്സ് ധരിപ്പിച്ച് നല്ല കസേരയിലിരുത്തി വചനത്തിൽ കൂടെ ബോധവൽക്കരണം നടത്തി സമ്മതം ചോദിച്ച് തമ്മിൽ കൈകൊടുത്ത് ഉഭയസമ്മതം ചെയ്യുവാൻ തടസ്സമുണ്ടോ എന്ന് ചോദിച്ച് സമ്മതം ചോദിച്ച് ഏറ്റവും ഗൗരവമായിട്ടാണ് വേർപെട്ട സഭാവിഭാഗങ്ങൾ വിവാഹ ശുശ്രൂഷ നടത്തുന്നത്. രജിസ്റ്റർ മാരേജ് ഉണ്ട്, ലവ് മാരേജ് ഉണ്ട്, അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്. എന്നാൽ ദൈവസഭ വിശ്വസിക്കുന്ന, പ്രാവർത്തികമാക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആണ്. വിവാഹത്തിന് മുമ്പുള്ള സ്നേഹം ദൈവസഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല, തിരുവചനം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലവ് മാരേജ് പാപമാണെന്നാണ് ഈ ദൂത് നൽകുന്ന എന്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ തിരുവചനം ഇങ്ങനെ പറയുന്നു: സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു. ലവ് മാരേജിൽ അധികം സംഭവിക്കുന്നത് അങ്ങനെയുള്ള മോഹമാണ്. ആ മോഹത്തിൽ കൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് വിവാഹം. അനേക ലവ് മാരേജുകളും പരാജയപ്പെടുവാനുള്ള കാരണം പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളതിലാണ്. അത് ചെറുപ്പക്കാരായ പ്രിയപ്പെട്ടവർ വളരെ ഗൗരവമായി ഇത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ പരാജയം സംഭവിച്ചിരിക്കുന്ന വിവാഹം ലവ് മാരേജുകളാണ്. ആത്മഹത്യയിൽ വർധനവ്, ഡിവോഴ്സിൽ വർധനവ്, എല്ലാ നിലയിലും വർധനവ് സംഭവിച്ചിരിക്കുന്നത് ലവ് മാരേജുകളിലാണ്. ആയതുകൊണ്ട് പ്രാർത്ഥിച്ചും ആലോചന ചോദിച്ചും മാതാപിതാക്കളുടെ അറിവോടെ പ്രിയപ്പെട്ടവരുടെ സമ്മതത്തോടെ അറേഞ്ച്ഡ് മാരേജിന് അധികം നിലനിൽപ്പ് കണ്ടുവരുന്നു എന്നുള്ള വസ്തുതയും ഈ അവസരത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ലവ് മാരേജ് എങ്ങനെ പരാജയപ്പെടുന്നു എന്ന് യുവജനങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. മറുപടി: ലവ് മാരേജിൽ കൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച യുവതിയും യുവാവും അവർ കാമുകനും കാമുകിയുമായി പരസ്പരം ലവിൽ, സ്നേഹത്തിൽ നടന്ന കാലഘട്ടം. വിവാഹശേഷം ഈ യുവതി മറ്റൊരു യുവാവിനോട് സംസാരിക്കുന്ന കണ്ടാൽ, ഒന്ന് പുഞ്ചിരിക്കുന്ന കണ്ടാൽ, അവളുടെ ഭർത്താവായ യുവാവിന് അവളിൽ സംശയം ജനിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവർ അടുത്തത് ഈ നിലയിലാണ്. ആ നില അവളിൽ കാണുമ്പോൾ സ്വന്തം ഭാര്യയിൽ അവന് സംശയം ധ്വനിക്കുന്നു. തിരിച്ചിവനും മറ്റൊരു പെൺകുട്ടിയുമായി സംസാരിക്കുകയോ എന്തെങ്കിലും രഹസ്യം പറയുകയോ പുഞ്ചിരിക്കുകയോ ചെയ്താൽ അവന്റെ ഭാര്യയ്ക്കും അവനിൽ സംശയം ഉളവാകുന്നു. ആ സംശയം പരസ്പരം തുറന്നു പറയാതെ ഹൃദയത്തിൽ ഒതുക്കി അത് പിന്നെ പൊട്ടിത്തെറിയായി മാറുന്നു. ആ സംശയം മാനസിക അസ്വസ്ഥത ഉളവാക്കുന്നു, അകൽച്ചകൾ വർദ്ധിക്കുന്നു, തമ്മിൽ താല്പര്യമില്ലായ്മകൾ വർദ്ധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അവർ ഡിവോഴ്സിലേക്കും ആത്മഹത്യയിലേക്കും അത് നീങ്ങുന്നു. ആർക്കും അവരെ രക്ഷിക്കുവാൻ കഴിയാതെ പോകുന്നു. ആയതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന യുവജനങ്ങൾ, വിവാഹം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ലവ് മാരേജുകൾക്ക് പ്രാധാന്യം കൊടുക്കരുത്. അറേഞ്ച്ഡ് മാരേജിൽ ദൈവത്താൽ അത് നടത്തിയെടുക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ആലോചന ചോദിച്ചും തങ്ങളുടെ തുണകളെ കണ്ടെത്തുവാൻ എല്ലാവരും ഒരുപ്പെടേണ്ടത് ആവശ്യമാണ്. ശ്രദ്ധിക്കൂ, ദൈവമാണ് വിവാഹത്തിൽ ദമ്പതിമാരെ യോജിപ്പിക്കുന്നത്. God have joined together. ദൈവം യോജിപ്പിക്കുന്നു. വേദശാസ്ത്രമാണത്, അതാർക്കും മാറ്റിക്കൂടാ.
ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞത് ക്രിസ്തുവ. മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 3 to 6. God joins them together. ദൈവം യോജിപ്പിച്ചെങ്കിൽ ആ ബോധ്യം രണ്ടുപേർക്കും ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ, പരിഹരിപ്പാൻ ഉള്ള ദൈവകൃപ ദൈവം യോജിപ്പിച്ചു എന്നുള്ള ബോധ്യത്തിൽ രണ്ടുപേർക്കും ഉണ്ടാകും. യോജിപ്പിച്ചതൊരു ബ്രോക്കറോ, യോജിപ്പിച്ചത് മാരേജ് ബ്യൂറോയോ, യോജിപ്പിച്ചതൊരു പാസ്റ്ററോ ആണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. എന്നാൽ ദൈവം യോജിപ്പിച്ചു എന്നുള്ള ആ വേദശാസ്ത്രത്തിന് ഊന്നൽ കൊടുക്കുമെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഞങ്ങളെ തമ്മിൽ യോജിപ്പിച്ചത് ദൈവമാണ്. വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ തലമുറകളില്ലാത്ത ദമ്പതിമാരുണ്ട്, രോഗിയായി തീർന്ന ഭാര്യയുണ്ട്, പ്രസവത്തിൽ തളർന്നു പോയവരുണ്ട്, ആക്സിഡന്റിൽ അവയവം നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരുണ്ട്, മാരക രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്. ഈ ബന്ധം മരണം വരെ നിലനിൽക്കണമെങ്കിൽ രണ്ടുപേരും ഉറയ്ക്കണം, ഞങ്ങളെ യോജിപ്പിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. മറിച്ചുണ്ടായാൽ അവരുടെ കുടുംബജീവിതം നരകമായിരിക്കും, അതൊരിക്കലും സ്വർഗതുല്യം ആയിരിക്കയില്ല. യോജിപ്പിച്ചത് ദൈവം. അതിനോടനുബന്ധിച്ച് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം യോജിപ്പിച്ചുവെങ്കിൽ ഈ ലോകത്തിലെ ഒരു കോടതിക്കും ആ ബന്ധം വേർപിരിക്കുവാൻ അവകാശമില്ല എന്നുള്ള വസ്തുതയും ഈ അവസരത്തിൽ ഇതിനോടനുബന്ധിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. വിവാഹം, പുനർവിവാഹം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഈ മെസ്സേജിൽ വിഷയം ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും സന്ദർഭവശാൽ ഓർപ്പിക്കുന്നു. ദൈവമാണ് യോജിപ്പിച്ചതെങ്കിൽ ദൈവത്തിന്റെ അധികാരത്തെക്കാൾ മറ്റൊരു അധികാരം ഭൂമിയിൽ ആർക്കുമില്ല. സൃഷ്ടിതാവ് യോജിപ്പിച്ചതിനെ സൃഷ്ടിക്ക് വേർപിരിക്കുവാൻ അവകാശമില്ല. ദൈവത്തിന്റെ അധികാരത്തെ ഓവർകം ചെയ്യുന്ന മറ്റൊരധികാരം ഭൂമിയിലില്ല. ദൈവം യോജിപ്പിച്ച ദമ്പതിമാരെ കുടുംബജീവിതത്തിൽ ഒരു പോലീസ് ഓഫീസർക്കോ, ഒരു സഭാധ്യക്ഷനോ, ഒരു രാഷ്ട്രീയ നേതാവിനോ, ഒരു കുടുംബ കോടതിക്കോ, ഒരു സെഷൻ ജഡ്ജിക്കോ, ഡിസ്ട്രിക്ട് ജഡ്ജിക്കോ, ഹൈക്കോടതി ജഡ്ജിക്കോ, സുപ്രീം കോടതി ജഡ്ജിക്കോ സൃഷ്ടിതാവ് യോജിപ്പിച്ചതിനെ വേർപിരിക്കുവാൻ അവകാശമില്ല. ഈ ലോക കോടതി അതിൽ ന്യായം പറഞ്ഞാലും സ്വർഗീയ കോടതി പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. God hath joined together, let not man put asunder. എല്ലാ പ്രിയപ്പെട്ടവരും അത് ഓർത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്. പുനർവിവാഹത്തിന് വേണ്ടി ഞങ്ങളെ സമീപിക്കുന്നവരുണ്ട്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഡിവോഴ്സ് നടത്തി വിവാഹത്തിന് വേണ്ടി ഞങ്ങളെ സമീപിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കും ഇതിൽ കൂടെ ഒരു ദൂത് നൽകുന്നു. ഞങ്ങൾ അവരെ ബോധവൽക്കരിക്കുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, പാസ്റ്ററെ, കോടതി മൂലം ബന്ധം വേർപെടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കോടതിയുടെ രേഖയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആ വിഷയത്തിൽ ഇങ്ങോട്ട് ബോധവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ആ ശ്രമം അബദ്ധമാണ്. ഈ ലോകത്തിന്റെ ഒരു കോടതിക്കും ദൈവം യോജിപ്പിച്ചതിനെ വേർപിരിക്കുവാൻ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള വിവാഹങ്ങൾ ദൈവസഭ നേതൃത്വം, പ്രിയപ്പെട്ടവർ, ഞങ്ങൾ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, ഞങ്ങൾ ആരും തന്നെ നടത്തിക്കൊടുക്കുകയില്ല, അതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല. ദൈവം യോജിപ്പിച്ചത് ദൈവത്താൽ തന്നെ വേർപിരിയണം, അത് മരണത്താൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ള വസ്തുത
ഈ അവസരത്തിൽ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. മാത്രമല്ല, യേശുക്രിസ്തു മർക്കോസ് സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വസ്തുത കൂടെ ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. മർക്കോസിന്റെ സുവിശേഷം മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 11-12. ഹസ്ബൻഡ് ശ്രദ്ധിക്കൂ. ജീസസ് said, anyone who divorces his wife and marries another woman commits adultery against her. അതായത്, ഭാര്യ ജീവിച്ചിരിക്കുന്ന ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീക്കായാൽ അവൻ വ്യഭിചാരി എന്ന് വരുന്നു എന്ന് പറഞ്ഞത് ക്രിസ്തുവാണ്. വീണ്ടും യേശു പറഞ്ഞു, and if she divorces her husband and marries another man, she commits adultery. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സ്ത്രീ മറ്റൊരു പുരുഷനായാൽ അവളും വ്യഭിചാരി എന്ന് വരുന്നു എന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആയതുകൊണ്ട് റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഞാൻ എടുത്തു പറയുന്നു, അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സ്ത്രീ പത്രന്യായപ്രമാണത്താൽ ഭർത്താവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുവെങ്കിലോ പത്രന്യായപ്രമാണത്തിൽ നിന്നും അവൾ ഒഴിവുള്ളവളാണ്. The law, the doctrine joins them together. ആ പ്രമാണം ഇരുവരും ജീവിച്ചിരിക്കും കാലം നിലനിൽക്കുന്ന പ്രമാണമാണ്. ഒരാൾ മരിച്ചു മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ ആ പ്രമാണത്തിൽ നിന്നും സ്വാതന്ത്ര്യമുള്ളൂ എന്നുള്ള വസ്തുതയും ഈ അവസരത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്നു. വിവാഹം ഉഭയസമ്മതത്താൽ കൂട്ടിയോജിപ്പിക്കപ്പെടുന്നു. The covenant, Malachi chapter 2 verse 14-15, the covenant joins them together. ഉഭയസമ്മതം രണ്ടുപേരെയും യോജിപ്പിക്കുന്നു. വൈഫ് ഓഫ് ദൈ കവനന്റ്, ഉഭയസമ്മതത്തിൻ ഭാര്യ. ഈ വേദശാസ്ത്രങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് വേർപെട്ട സഭകൾ വിവാഹ ശുശ്രൂഷകൾ നടത്തുന്നത്. ആയതുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷയിൽ യാതൊരുവിധ മെറ്റീരിയലും ആവശ്യമില്ല. കാരണം രണ്ടാത്മാക്കൾ തമ്മിൽ യോജിപ്പിക്കപ്പെടുമ്പോൾ, രണ്ട് മനസ്സുകൾ തമ്മിൽ യോജിപ്പിക്കപ്പെടുമ്പോൾ, അതിനെ യോജിപ്പിക്കുവാൻ അദൃശ്യമായ മനസ്സിനെയും അദൃശ്യമായ ആത്മാവിനെയും യോജിപ്പിക്കുവാൻ ദൃശ്യമായ ഒരു വസ്തുവിനെ കൊണ്ട് സാധ്യമല്ല. അദൃശ്യമായ ആത്മാവാം ദൈവമത്രേ അദൃശ്യമായി ഇതിനെ യോജിപ്പിക്കേണ്ടത്. അത് ദൈവത്താൽ മാത്രം സാധ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ പൊന്നില്ല, മിന്നില്ല, മന്ത്രമില്ല, മന്ത്രകോടിയില്ല, കൊട്ടില്ല, കുരവയില്ല, തീയില്ല, മലരില്ല, ചരടില്ല, കെട്ടില്ല, സ്ഥലകാല സമയ സാധന സാമഗ്രികൾ ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷയിലില്ല. അത് വേദശാസ്ത്രത്തിന് എതിരാണ്. പ്രൈസ് ദി ലോർഡ്. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഒരടയാളം വേണ്ടേ പാസ്റ്ററെ, വീണ്ടും കല്യാണാലോചന വന്നാൽ എന്ത് ചെയ്യും? നല്ല ചോദ്യമാണ്. വിവാഹ വേദികളിൽ ഞാനതിന് മറുപടികൾ കൊടുത്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ഒരു വാക്ക് ഓർപ്പിക്കാം. ഞാൻ വിവാഹം കഴിച്ചിട്ട് 34 വർഷം പിന്നിടുന്നു. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ രണ്ടാമത് ആരും ആലോചനയുമായി വന്നില്ല, ഓർക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാണ്. ഇവിടെ സംഭവിക്കുന്നത്, ഞാൻ വിവാഹം കഴിച്ച് എനിക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും എൻ്റെ ഡ്രസ്സിങ്ങും, എൻ്റെ പോക്കും, എൻ്റെ വരവും, എൻ്റെ കണ്ണും, എൻ്റെ സംസാരവും, എൻ്റെ ചലനങ്ങളും എല്ലാം. ഒരു ഭാര്യ എനിക്കുണ്ട്, ഞാനിവളുമായി ഒരു പ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിലാണ്. എൻ്റെ ഭാര്യയും ആ നിലയിൽ ബോധമുള്ളവളാണ്. അവളുടെയും ഡ്രസ്സിങ്ങും രീതികളും നടപ്പും രീതിയും സംസാരവും നോട്ടവും എല്ലാം
ഒരു ഭർത്താവ് എനിക്കുണ്ട്, ഒരു പ്രമാണത്താൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിലാണ്. പലർക്കും സംഭവിക്കുന്നു, വിവാഹം കഴിഞ്ഞാലും കഴിച്ചതല്ലെന്നും പറഞ്ഞ് കാമുകൻ കാമുകി ചമഞ്ഞ് ചായവും അടിച്ച് കൂട്ടച്ചുമിട്ട് കണ്ണും കൺമഷിയും എഴുതി പുരികവും അടിച്ച് വെച്ചുകെട്ടുകളും നടത്തി മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള നടപ്പും രീതിയും ഗോഷ്ഠിയും ഒക്കെ കാണിച്ച് നടക്കുമ്പോഴാണ് വിവാഹം കഴിച്ചതാണോ എന്നൊരു സംശയം മറ്റുള്ളവർക്ക് ജനിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, അവനവന് ബോധ്യം മതി വിവാഹം കഴിച്ചതാണെന്ന്. ആരും ആലോചനയും കൊണ്ട് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, ഉത്തമമായ കുടുംബജീവിതത്തിന് രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് സ്പെൻഡ് ടൈം ടുഗദർ. ഒന്നിച്ച് സമയങ്ങൾ ചെലവഴിക്കുക. 1500 കുട്ടികളെ അമേരിക്കയിൽ ഇന്റർവ്യൂ ചെയ്തതിൽ കുടുംബങ്ങളുടെ പരാജയം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിൽ മനസ്സിലായത് അവരുടെ ഡാഡിയും മമ്മിയും തമ്മിൽ കാണുന്നത് വളരെ ചുരുക്കമാണ്, കമ്മ്യൂണിക്കേഷൻ കുറവാണ്. 1-2 വാഹനങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്, മനോഹരമായ വീടുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട തലമുറയുണ്ട്. പക്ഷേ കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത പല കുടുംബങ്ങൾ പാശ്ചാത്യ നാടുകളിലുണ്ട്. എല്ലാമല്ല, കുറെയെങ്കിലും. കാരണം 1ഉം 2ഉം ഡബിൾ ഡ്യൂട്ടികൾ ചെയ്തും ഉറക്കമളച്ചും പകൽ ഭർത്താവ് രാത്രി ഭാര്യ, അല്ലെങ്കിൽ രാത്രി ഭർത്താവ് പകൽ ഭാര്യ തമ്മിൽ കാണുവാനോ ആശയവിനിമയം നടത്തുവാനോ ഒന്നിച്ച് സമയം ചെലവഴിക്കുവാനോ കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് വിശുദ്ധ തമാശകൾ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനോ കുടുംബ പ്രാർത്ഥനയ്ക്കോ സമയമില്ലാതെ ബിസിനസിന്റെ പേരിലും ഡ്യൂട്ടിയുടെ പേരിലും പണസമ്പാദനം മാത്രം ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുന്ന ഫാമിലികളിൽ ആണ് അധികം പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അതിന്റെ വാത്സല്യ മക്കൾ ചെയ്യേണ്ടത്, വരുമാനം അല്പം കുറഞ്ഞാലും ഭർത്താവും ഭാര്യയും തമ്മിൽ റൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നീ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ, ആ ജോലി സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ, ആയിരുന്ന സാഹചര്യങ്ങൾ നിന്റെ ഭർത്താവുമായി ഷെയർ ചെയ്യണം. ഭർത്താവ് തന്റെ ഓഫീസിൽ ബിസിനസ്സിൽ ഉണ്ടായ ജയപരാജയങ്ങൾ, ലാഭങ്ങൾ, നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഭാര്യയുമായി ഷെയർ ചെയ്യണം. ഹൃദയം പകരണം. അങ്ങനെ പകർന്ന് കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷിച്ച് കുടുംബ പ്രാർത്ഥനയും വർഷിപ്പിംഗ് ടേബിളും ഡൈനിങ് ടേബിളും ഒരുപോലെ ബാലൻസ് ചെയ്തു നിൽക്കുന്ന ഒരു കുടുംബം ഈ ഭൂമിയിലെ സ്വർഗമാണ്. അത് പലയിടത്തും സംഭവിക്കുന്നില്ല എന്നുള്ളതിൽ നിങ്ങളോടൊപ്പം ഞാനും ദുഃഖിക്കുന്നു. They should appreciate each other. തമ്മിൽ പ്രശംസിക്കണം. ഭാര്യ ഒരു നല്ല കാര്യം ചെയ്താൽ ഭർത്താവ് അവളെ പ്രശംസിക്കണം. നന്നായിരിക്കുന്നു. ഒരു നല്ല കറി വെച്ചാൽ, നല്ലൊരു പാചകം ചെയ്താൽ, നല്ലൊരു ബിരിയാണി വെച്ചാൽ, മുറ്റം നല്ലതുപോലെ അടിച്ചു വാരി തൂത്തിട്ടിരിക്കുന്നു കണ്ടാൽ, മുറി അടുക്കും ചിട്ടയും ആക്കി വെച്ചിരിക്കുന്നു കണ്ടാൽ, അവളുടെ കലാബോധത്തെ ഭർത്താവ് പ്രശംസിക്കണം. അവൾ നന്നായി ഉടുത്തൊരുങ്ങി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ നന്നായിരിക്കുന്നെന്ന് പറയുവാൻ ഭർത്താവ് തയ്യാറാകണം. അവളെ പ്രശംസിക്കണം. അതുപോലെ തന്നെ ഭർത്താവ് ഒരു നല്ല കാര്യം ചെയ്താൽ ഭാര്യ ഭർത്താവിനെ പ്രശംസിക്കണം. ചില സഹോദരിമാരുണ്ട്, ഭർത്താവിന്റെ കുറ്റങ്ങൾ എപ്പോഴും പറയും, ഒരു നല്ല കാര്യം ചെയ്താൽ അത് പറഞ്ഞ്
മറ്റുള്ള സ്ത്രീകളോട് ചേർത്ത് നിന്റെ ഭാര്യയെ താരതമ്യം ചെയ്യരുത്. മറ്റുള്ള പുരുഷന്മാരോട് ചേർത്ത് നിന്റെ ഭർത്താവിനെയും താരതമ്യം ചെയ്യരുത്. നിനക്ക് ലഭിച്ചിരിക്കുന്ന സ്ത്രീ ദൈവം നിനക്ക് തന്ന ദാനമാണ്. അത് അവൾ നിനക്ക് ശ്രേഷ്ഠയാണ്. നിനക്ക് തന്നിരിക്കുന്ന ഭർത്താവ് ദൈവം തന്ന ദാനമാണ്. അവൻ നിനക്ക് ശ്രേഷ്ഠമാണ്. യോഗ്യമായതാണ് ദൈവം യോജിപ്പിച്ചിരിക്കുന്നത്. മറ്റ് സൗന്ദര്യവതികളായ സ്ത്രീകളെ കാണുമ്പോൾ ഇവൾ അല്ലേ എന്റെ ഭാര്യയാകേണ്ടിയിരുന്നത്, എനിക്ക് തെറ്റുപറ്റി, ആ ബ്രോക്കർ, ആ പാസ്റ്റർ ചതിച്ചതാണ് എന്നുള്ള ചിന്ത നിന്നിൽ കയറിയാൽ അവിടെ വെച്ച് പിശാച് നിന്നെ തോൽപ്പിക്കും. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടാകും. അതുപോലെ ഭാര്യയും മറ്റു പുരുഷന്മാരെ കാണുമ്പോൾ അവരുടെ വീഴ്ചയോ അവരുടെ ടൈയോ സംസാരമോ ശരീര ഷേപ്പോ ഒന്നും നിന്നെ ആകർഷിക്കരുത്. നിന്റെ സ്വന്തം ഭർത്താവ് ദൈവം നിനക്ക് തന്നതാ. അവനിൽ നിന്റെ കരുതലും സ്നേഹവും അടിസ്ഥാനപ്പെട്ടിരിക്കണം. അവിടെ പുരുഷനെയും സ്ത്രീയെയും പിശാച് തോൽപ്പിക്കരുത്. പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യണം. They should have right communication. ഞാൻ നേരത്തെ പറഞ്ഞു, പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അകലമിട്ട് ഉള്ള സംസാരം, പിള്ളാരുടെ അപ്പൻ, പിള്ളാരുടെ ഡാഡി, മോന്റെ പപ്പ, ഈ നിലയിലുള്ള സംഭാഷണം ഭർത്താവിനെ പരിചയപ്പെടുത്തുന്നതിൽ പാടില്ല. എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ എന്ന് പറയുന്നതിൽ നിനക്ക് അഭിമാനമുണ്ടാകണം. ഇടയ്ക്ക് മറ്റൊരാളെ നിർത്തി ബന്ധം കൂട്ടിച്ചേർക്കരുത്. കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് അത് അപകടമാണ്. They should keep mutual trust. പരസ്പരം വിശ്വസിക്കണം. Praise the Lord. സ്വന്തം ഭാര്യയെ വിശ്വസിക്കുവാൻ കഴിയണം. സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കുവാൻ കഴിയണം. അവിടെ സംശയം ധ്വനിക്കരുത്. റൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ ജയമെടുക്കുവാൻ കഴിയുകയുള്ളൂ. റൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒന്നിച്ച് സമയം ചെലവഴിക്കുന്നില്ല. ഈ അവസ്ഥകൾ ഒരു കുടുംബത്തിൽ വർദ്ധിക്കുമ്പോഴാണ് സംശയ രോഗങ്ങൾ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. റെസ്പെക്ട് ഈച്ച് അതർ. പരസ്പരം ബഹുമാനിക്കണം. മറ്റുള്ള മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയെ ആക്ഷേപിക്കുവാനോ അടിച്ചിരുത്തി സംസാരിപ്പാനോ പരിഹസിക്കുവാനോ മൃഗത്തിന്റെ പേര് ചൊല്ലി വിളിക്കുവാനോ പാടില്ല. ഭാര്യയ്ക്ക് അവരുടെ മാതാപിതാക്കൾ ഇട്ട ഓമന പേരല്ലാതെ മറ്റൊരു പേർ വിളിക്കുവാൻ ഭർത്താവിനെ തിരുവചനം അനുവദിക്കുന്നില്ല. അവളൊരു ചായ ഇട്ടത് പുകഞ്ഞാൽ, ഒരു മീൻകറി വെച്ചത് കരിഞ്ഞാൽ, അവളുടെ കയ്യിൽ നിന്നൊരു പാത്രം താഴെ വീണ് പൊട്ടിപ്പോയാൽ, അവൾ ചെയ്തതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായാൽ അവളോട് ക്ഷമിക്കുവാൻ, മറ്റുള്ള മധ്യത്തിൽ വെച്ച് പരിഹസിക്കാതിരിപ്പാൻ, നിന്ദിക്കാതിരിപ്പാൻ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സഹോദരിക്ക്, സ്തോത്രം, ഞാൻ സൈക്കോളജിക്കലായി ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കാം. മറ്റൊരാൾ കൂടെ ഉള്ളപ്പോൾ ഒരു സഹോദരിയെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നത് സഹിക്കുവാൻ അവൾക്ക് കെപ്പില്ല. അവൾ ബലഹീന പാത്രമാണ്. എന്നാൽ മറ്റുള്ളവർ മധ്യത്തിൽ വെച്ച് അവളെ ഒന്ന് പുകഴ്ത്തിയാൽ അവൾ ഒരുപാട് ഭർത്താവിനെ സ്നേഹിക്കും, ബഹുമാനിക്കും, കരുതും. ഇത് എല്ലാ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മറ്റ് സ്ത്രീകളുടെ ഇടയിൽ കുഴഞ്ഞ് അഭിനയിച്ച് സ്വന്തം ഭാര്യ അടുത്തു നിൽക്കുമ്പോൾ മറ്റുള്ള സ്ത്രീകളെ പ്രശംസിക്കുകയും അവരുടെ ഡ്രസ്സിങ്, സൗന്ദര്യം, അതിനെക്കുറിച്ച് പ്രകീർത്തിക്കുകയും സ്വന്തം ഭാര്യ അടുത്തു നിൽക്കുമ്പോൾ ഇച്ഛിച്ചയോടെ നോക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. അപകടമാണത്. നിന്റെ സ്നേഹം മറ്റ് സ്ത്രീകളിലേക്കല്ല, സ്വന്തം ഭാര്യയിലേക്ക് ഒഴുകണം.
നിന്റെ സ്നേഹമൊഴുകുവാൻ ദൈവം നിനക്ക് തന്നിരിക്കുന്ന പാത്രമാണ് നിന്റെ ഭാര്യ. ആ വിഷയത്തിൽ ആരും ഭർത്താക്കന്മാരെ തോൽപ്പിക്കരുത്. ചില സ്ത്രീകളുണ്ട്, സ്വന്തം ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല, അനുസരിക്കാൻ വലിയ താല്പര്യമില്ല, ഒരിഷ്ടക്കുറവ്. എന്നാൽ അന്യപുരുഷന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ വലിയ അനുസരണത്തിന്റെ തത്രപ്പാടും വെപ്രാളവും ആവേശവും കാണിക്കുന്ന ഭാര്യമാരെ കണ്ടിട്ടുണ്ട്, സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അപകടമാണിത്. അതുകൊണ്ട് മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കരുതെന്നോ, അവർ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കൊടുക്കരുതെന്നോ, സ്നേഹമായി അവർ ഇടപെടരുന്നോ അല്ല ഞാൻ പറഞ്ഞത്. സ്വന്തം ഭർത്താവിന് കൊടുക്കാത്ത ബഹുമാനം, അനുസരണം, സ്നേഹം, ശുശ്രൂഷ മറ്റൊരു പുരുഷന് കൊടുക്കുവാൻ നീ ആവേശം കാണിക്കരുത്. അതാദ്യം നിന്റെ സ്വന്തം ഭർത്താവിന് പകർന്നു കൊടുക്കുന്നതിൽ നീ വിശ്വസ്ത ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ചില പുരുഷന്മാരുണ്ട്, അയൽവക്കത്തുള്ള സഭാവിശ്വാസികളിൽപ്പെട്ട കൂടെ ജോലി ചെയ്യുന്ന മറ്റു സ്ത്രീകളോട്, എന്താ ശരീരം ക്ഷീണിച്ചിരിക്കുന്നത്, ഡയബറ്റിക് ആണോ, എന്നാ കവളൊട്ടിയിരിക്കുന്നത്, കഴിഞ്ഞ ആഴ്ചയിലും സിസ്റ്റർ വളരെ ക്ഷീണിച്ചല്ലോ, തലമുടി വളരെ കൊഴിഞ്ഞു പോയല്ലോ, മുഖത്തെന്താ ഒരു മ്ലാനത, ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണണം, ഒന്ന് ചെക്കപ്പ് ചെയ്യണം എന്നൊക്കെ മറ്റ് സ്ത്രീകളോട് പറയുന്നവരുണ്ട്. പക്ഷേ സ്വന്തം ഭാര്യ ക്ഷീണിച്ചിരുന്നാൽ നീ എന്താ ക്ഷീണിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പ്രത്യേക രോഗമുണ്ടോ? നീ ഒന്നും കഴിക്കുന്നില്ലേ? കഴിഞ്ഞ ആഴ്ചയിലും നിന്റെ മുഖത്ത് മാറ്റമുണ്ടല്ലോ, ശരീരത്തിൽ ക്ഷീണമുണ്ടല്ലോ, നമുക്ക് പോകാം, ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് ചെക്കപ്പ് ചെയ്യാം എന്ന് സ്വന്തം ഭാര്യയോട് പറയുവാൻ താല്പര്യമില്ലാത്ത പുരുഷന്മാർ മറ്റ് സ്ത്രീകളെ കാണുമ്പോൾ അതിൽ താല്പര്യം കാണിക്കുന്നവർ, ഈ ലോക കോടതി നിന്നെ വെറുതെ വിട്ടാലും സ്വർഗീയ കോടതി നിന്നെ വെറുതെ വിടത്തില്ല, ശിക്ഷ വാങ്ങിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, സ്നേഹം എന്ന് പറയുന്നത് പ്രദർശിപ്പിക്കണം. ചിലർക്ക് സ്നേഹമുണ്ട്, പക്ഷേ പ്രാക്ടീസ് ചെയ്യുവാൻ അറിഞ്ഞുകൂടാ, പ്രദർശിപ്പിക്കുവാൻ അറിഞ്ഞുകൂടാ. ഞാൻ ഓർപ്പിക്കാം, സ്നേഹത്തിന് അളവില്ല, സ്നേഹത്തിന് മെഷർമെന്റ് ഇല്ല. അതിന് കട്ടിയും ത്രാസും കണ്ടുപിടിച്ചിട്ടില്ല, സ്കെയിൽ കണ്ടുപിടിച്ചിട്ടില്ല, അത് അളക്കുവാൻ ലിറ്റർ കണ്ടുപിടിച്ചിട്ടില്ല. സ്നേഹം അത്രയ്ക്ക് അഗാധമാണ്. അതിന്റെ നീളം, പിതാവിന്റെ സന്നിധിയിലിരുന്ന പുത്രൻ ഭൂമിയിലേക്ക് വന്നതാണ് അതിന്റെ നീളം. വീതി ഈ ലോകത്തിന്റെ മുഴുവൻ വീതിയാണ്, വിസ്തീർണമാണ്. അത്രയ്ക്ക് വലുതാണ് സ്നേഹം. ആ സ്നേഹത്തിന് അളവുകോൽ കണ്ടുപിടിക്കുവാൻ ഒരുത്തനും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ആ സ്നേഹം ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ഭാര്യയെ സ്നേഹിക്കുക, കടപ്പാടുകളിൽ വിശ്വസ്തനായിരിക്കുക. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതിലവൻ വിശ്വസ്തനായിരിക്കണം. മറ്റുള്ളവരോട് സ്നേഹം വേണ്ടെന്നോ, അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കരുതെന്നോ അല്ല ഇവിടെ ഉറപ്പിച്ചത്. സ്വന്തം കുടുംബത്തിൽ നീ അവിശ്വസ്തത കാണിക്കുകയും നിന്റെ സ്വന്തം ഭാര്യയോട് താല്പര്യമില്ലായ്മയും ഇഷ്ടക്കേടും കാണിച്ചിട്ട് പുറത്ത് നീ എത്ര നല്ല പിള്ള ചമഞ്ഞാലും സ്വർഗീയ കോടതി നിന്നെ വെറുതെ വിടത്തില്ല സഹോദര. ആ വിഷയത്തിൽ നിനക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. എന്നെ കേൾക്കുന്നവരാല്ലെങ്കിലും ആ പരാജയമുണ്ടെങ്കിൽ ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. നിന്റെ സ്നേഹം ഒഴുകുവാൻ ദൈവം നിനക്ക് തന്നിരിക്കുന്ന പാത്രമാണ് നിന്റെ ഭാര്യ. അതിലേക്ക് നിന്റെ സ്നേഹം നീ പകർന്നു കൊടുക്കണം എന്നുള്ള വസ്തുത ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. അതുപോലെ ഭാര്യമാരും
ഭർത്താവ് ദാഹിച്ച് ക്ഷീണിച്ച് ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ ദേ ഇരിക്കുന്ന വേണേ എടുത്ത് കുടിക്കുക, എല്ലാവർക്കും കഴിയും വെള്ളം എടുത്ത് കുടിക്കാൻ, എടുത്ത് തന്നെങ്കിലേ കുടി വരുവോ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഭാര്യമാർ, സ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബജീവിതം പരാജയമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ നിന്റെ ഭർത്താവ് അയൽ വീട്ടിലെ മറ്റേതെങ്കിലും ഒരു വീട്ടിൽ ഇതേ സമയത്ത് കയറി ചെന്നാൽ അവിടുത്തെ സഹോദരി വേഗം വന്ന് വാതിൽ തുറക്കുന്നു, കസേര ഫാനിന്റെ കീഴിലിടുന്നു, ഫാൻ ഓൺ ചെയ്യുന്നു. എന്താ ക്ഷീണിച്ചത്? ഈ നട്ടുച്ചയ്ക്ക് എന്താ ഒരു കുടയെടുക്കാഞ്ഞത് വേവിച്ച? നല്ല ക്ഷീണമുണ്ടല്ലോ, ഡയബറ്റിക് ഉണ്ടോ? തണുത്തത് വേണോ ചൂട് വേണോ കുടിക്കാൻ? ചെക്കപ്പ് ചെയ്യാറില്ലേ? 100 കൂട്ടം സ്നേഹാന്വേഷണങ്ങൾ, ക്ഷേമാന്വേഷണങ്ങൾ നിന്റെ ഭർത്താവിനോട് ആ അന്യ സ്ത്രീ നടത്തുമ്പോൾ അവൻ അവിടെ ഇരുന്ന് ചിന്തിക്കും, സ്വന്തം ഭാര്യയോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ വേണയെടുത്ത് കുടിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ സഹോദരി എത്ര നല്ലവളാണ്. ഞാൻ വന്ന് കയറിയ സമയം മുതൽ എന്റെ ക്ഷേമാന്വേഷണങ്ങളിൽ കൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇവളായിരുന്നില്ലേ എനിക്ക് ഭാര്യയായി ലഭിക്കേണ്ടിയിരുന്നത് എന്ന് ചിന്തിച്ചു പോയെങ്കിൽ അതിന്റെ ഉത്തരവാദി സ്വന്തം ഭാര്യയാണെന്നുള്ള വസ്തുത ഈ അവസരത്തിൽ എല്ലാ സഹോദരിമാരും ഓർത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്. മറ്റൊരു സ്ത്രീയിൽ നിന്നും എത്ര കരുതലും സ്നേഹവും ലഭിച്ചാലും നിന്റെ ഭർത്താവ് മാറി എന്ന് പറയണം, എന്റെ സ്വന്തം ഭാര്യയുടെ കരുതലും സ്നേഹം പോലെ ഇതൊന്നും ഒത്തുവരത്തില്ല എന്ന് പറയത്തക്ക നിലയിൽ നിന്റെ സ്നേഹവും കരുതലും ശുശ്രൂഷയും ബഹുമാനവും വിധേയത്വവും എല്ലാം നിന്റെ സ്വന്തം ഭർത്താവിനോട് നിനക്കുണ്ടായിരിക്കണം. ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ പ്രദർശിപ്പിക്കുവാൻ അറിഞ്ഞുകൂടാ, പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. ഉള്ളിലെ ആത്മാർത്ഥ സ്നേഹം വാക്കുകളിൽ കൂടെ, പ്രവർത്തികളിൽ കൂടെ, മനോഭാവങ്ങളിൽ കൂടെ, പാചകങ്ങളിൽ കൂടെ, ശുശ്രൂഷയിൽ കൂടെ, ഇടപാടുകളിൽ കൂടെ, പ്രൈസ് ദി ലോർഡ്, നീ നിന്റെ ഭർത്താവിന് പ്രദർശിപ്പിക്കണം. രണ്ടുപേരും അങ്ങനെ ചെയ്യണം. എങ്കിൽ മാത്രമേ കുടുംബജീവിതം ശോഭനമാകുകയുള്ളൂ. നോ സെൽഫിഷ്നെസ് ഇൻ ദ ഫാമിലി. സ്വാർത്ഥത പാടില്ല. ചില സഹോദരിമാരുണ്ട്, നാവെടുത്താൽ എന്റെ വീട്, എന്റെ ഡാഡി, എന്റെ മമ്മി, എന്റെ അവിടുത്തെ സഭ, എന്റെ ഇന്നാര്, എന്റെ ആങ്ങള, എന്റെ നാത്തൂൻ, ഈ നിലയിൽ ചെല്ലുന്നവരുണ്ട്. സഹോദരി, അപകടം. നീ വന്നു കയറിയ ഭവനമാണ് നിന്റെ ഭവനം. നിന്റെ ഭർത്താവിന്റെ പപ്പയാണ് നിനക്ക് പ്രധാനമിനി. നിന്റെ ഭർത്താവിന്റെ മമ്മിയാണ് നിനക്ക് പ്രധാനം. വന്നു കയറിയ ഭവനത്തിൽ സ്നേഹം കൊണ്ടും വിധേയത്വം കൊണ്ടും താഴ്മ കൊണ്ടും വിനയം കൊണ്ടും സൗമ്യത കൊണ്ടും പാചകം കൊണ്ടും ദീർഘക്ഷമ കൊണ്ടും ശുശ്രൂഷ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുസരണം കൊണ്ടും നീ ഒന്നാമത്തവളായി മാറണം. വന്നു കയറിയ ഭവനത്തിൽ നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കണം. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവിച്ചായിക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ജന്മഗ്രഹത്തിൽ, ശ്രദ്ധിക്കൂ, ജന്മഗ്രഹത്തിൽ നിനക്കൊരു ബലഹീനതയുണ്ടായാൽ നിന്റെ മാതാപിതാക്കളും നിന്റെ ആങ്ങളമാരും ക്ഷമിക്കുവാൻ അവർ സന്നദ്ധരാണ്. അത് ജന്മം കൊണ്ട് ലഭിച്ച ബന്ധമാ, അവിടുത്തെ നിന്റെ പിതാവും മാതാവും സഹോദരങ്ങളും. പക്ഷേ
നീ വന്നു കയറിയ ഭവനത്തിലെ ബന്ധം നിയമം കൊണ്ട് ലഭിച്ചതാ. അവിടെ നീ ഡോക്ടർ എന്ന് പറയുന്നതിനേക്കാൾ ഡോക്ടർ ഇൻ ലോ എന്നൊരു പ്രയോഗമുണ്ട്. അവിടെ നീ നിയമം കൊണ്ട് മകളായവള, മറ്റേത് ജന്മം കൊണ്ട് മകളായവള. ജന്മം കൊണ്ട് മകളായെടുത്ത് ഒരുപാട് ക്ഷമയും ഒരുപാട് പരിലാളനകളും ബഹുമാനങ്ങളും കരുതലുകളും ഒക്കെ ജന്മം കൊണ്ട് നീ സ്ഥാപിച്ചെടുത്ത ബന്ധമുള്ള വീട്ടിൽ കിട്ടും. പക്ഷേ നിയമം കൊണ്ട് സ്ഥാപിച്ച വീട്ടിൽ നീ ഒരുപാട് ശ്രദ്ധിക്കണം. അവിടെ പെട്ടെന്ന് ആരും നിന്നോട് ക്ഷമിക്കയില്ല. ജന്മം കൊണ്ട് ലഭിച്ച ആ ബന്ധം ബലഹീനതകളെങ്കിലും അത് നിലനിർത്തുവാൻ നിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും നിനക്ക് സഹായമായിരുന്നു. പക്ഷേ നിയമം കൊണ്ട് ലഭിച്ച ബന്ധം നിലനിർത്തണമെങ്കിൽ വളരെ പരിജ്ഞാനം ആവശ്യമാണ്. ബന്ധുത വന്നുകയറിയ സ്ത്രീ മൂലം, വന്നുകയറിയ മകൾ മൂലം ആ ബന്ധുത നിലനിൽക്കണം. ഒരു ദിവസം കൊണ്ട് ബന്ധുത മുറിച്ചു മാറ്റാം. എന്നാൽ സാമർഥ്യമുള്ള സ്ത്രീ, പരിജ്ഞാനമുള്ള സ്ത്രീ, ഈ ബന്ധുത തലമുറകൾക്ക് അവർക്ക് കൈമാറാം. ഒന്നും രണ്ടും ഒരാഴ്ച കൊണ്ടും ബന്ധുതകൾ മുറിച്ചു മാറ്റിയ പരിജ്ഞാനമില്ലാത്ത സ്ത്രീകളുണ്ട്. എന്നാൽ ഭർതൃഗൃഹത്തിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരികളായി ഭർതൃഗൃഹത്തിലുണ്ടായ വൈതരണികളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇഴുകിച്ചേരാൻ മേലാത്ത വസ്തുതകളോ ജന്മഗൃഹത്തിലെ പ്രിയപ്പെട്ടവരെ അറിയിച്ച് ആ ബന്ധുതകൾക്ക് അകൽച്ച സൃഷ്ടിക്കാതെ എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് സൗമ്യതയോടെ ഭർതൃഗൃഹത്തിന്റെ രഹസ്യം സൂക്ഷിച്ച് ബന്ധുതകൾ നിലനിർത്തിയ മാന്യ സ്ത്രീകൾ, വിശുദ്ധ സ്ത്രീകൾ, അവരത്രേ ഭവനങ്ങൾക്കെന്നും അഭികാമ്യം. വീടിന്റെ ഉമ്മറത്ത് കാലിന്മേൽ കാലി കയറ്റിവെച്ച് വഴിയെ പോകുന്നവരെ കമന്റടിച്ച് പരിഹസിക്കുന്ന താന്തോന്നിയായ സ്ത്രീകളെ കുറിച്ച് ശലോമോൻ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. എന്നാൽ സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടമാണ്. അവൾ ഭവനത്തിന് മുന്തിരിവള്ളിയാണ്, ഭവനത്തിലെ മുന്തിരിവള്ളിയാണ്, പടർന്നു കിടക്കുന്ന മുന്തിരിവള്ളി. ആത്മീക രസം ഒരു നേഴ്സിനെ പോലെ, മെഡിക്കൽ നേഴ്സിനെ പോലെ ഇൻജക്ട് ചെയ്യുന്ന ഒരു മാന്യ സ്ത്രീ. അവൾ വീട്ടിൽ ആദായം വരുത്തുന്ന കച്ചവട കപ്പലാണ്. ആ നിലയിൽ സഹോദരിമാർ, ഭാര്യമാർ വർദ്ധിക്കുവാൻ ഈ ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മണ്ഡലത്തിലും എല്ലാ സഹോദരിമാരും ഈ വസ്തുതകൾ ഓർക്കേണ്ടത് ആവശ്യം അത്രേ.